രോഗശയ്യയിലെനിക്കു വൈദ്യൻ, ശോകവേളയിലാശ്വാസകൻ. കൊടും വെയിലാതിൽ തണലുമാവൻ, എന്റെ യേശു എത്ര നല്ലവൻ. കൊടും വെയിലാതിൽ തണലുമാവൻ, എന്റെ യേശു എത്ര നല്ലവൻ. ഒരു നാളും കൈവിടില്ല, ഒരു നാളും ഉപേക്ഷിക്കില്ല, ഒരു നാളും മറക്കുകയില്ല, എന്റെ യേശു എത്ര വിശ്വസ്തൻ. കരങ്ങൾ ഉയർത്തി കർത്താവിനെ സ്തുതിക്കുക. അല്പസമയം എല്ലാവരും കരങ്ങൾ ഉയർത്തി കർത്താവിനെ സ്തുതിച്ചാൽ ആരും മൗനമായിരിക്കാതെ ഹാലലൂയ, നന്ദിയോടെ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. ഹാലലൂയ, നന്ദിയോടെ ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു. അത്ഭുത മന്ത്രിയെ, വീരനാം ദൈവമേ, നിത്യപിതാവേ, സമാധാനത്തിന്റെ പ്രഭുവേ, യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി ഞങ്ങൾ അവിടുത്തെ പാദപീഠത്തിലേക്ക് കടന്നു വരുന്നു. യേശുവിന്റെ നാമത്തിൽ കർത്താവേ, അവിടുത്തെ പാദപീഠത്തിലേക്ക് ഞങ്ങൾ കടന്നു വരുന്നു. ഓ സ്തോത്രം, 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 സ്തോത്രം. വചനത്തിന്റെ മർമ്മത്തെ തടയുന്ന അന്ധകാരത്തിന്റെ പോരുകൾ യേശുവിന്റെ നാമത്തിൽ ഉടഞ്ഞു മാറട്ടെ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ വചനത്തിന്റെ മർമ്മ ശക്തിയോടെ വെളിപ്പെടട്ടെ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ദൈവപ്രവൃത്തി വെളിപ്പെടട്ടെ. കർത്താവേ, ഓ ഹാലലൂയ, വചനം പഠിപ്പിക്കുവാൻ കർത്താവിന്റെ ശക്തി അടിയുടെ മേൽ പകരണമേ. ഓ നിന്റെ മക്കൾക്ക് വചനം മനസ്സിലാകുവാൻ അവിടുത്തെ കൃപ അവരുടെ മേൽ ധാരാളമായി പകരണമെന്ന് അടിയനങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ഹാലലൂയ, യേശുവേ, നന്ദിയോടെ സ്തോത്രം. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഇന്ന് രാത്രി വലിയ ഒരു വെളിപ്പാട്, ഒരു വലിയ വിടുതൽ ഞങ്ങളുടെ മധ്യത്തിൽ വെളിപ്പെടുത്തി അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ വചനത്തിന്റെ ശക്തിക്ക് വിരുദ്ധമായി വ്യാപരിക്കുന്ന എല്ലാ പോരുകളും സ്വർലോകത്തിലും ഭൂലോകത്തിലും അധോലോകത്തിലും സർവ്വധികാരമുള്ള യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ ഒരുമിച്ച് ശാസിച്ച് ജയമെടുത്ത് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കണ്ണുകളെ കർത്താവ് തുറക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഓ യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. പ്രൈസ് ദി ലോർഡ്. നമ്മളിൽ ചിലരൊക്കെയും തന്നെ 3-ാം അധ്യായത്തിൽ കഴിഞ്ഞ ആഴ്ച ഞാൻ നിങ്ങൾക്ക് തന്ന ആ അസൈൻമെന്റ്, വലിയ റിട്ടൺ അസൈൻമെന്റ് അല്ല എങ്കിൽ തന്നെയും ഒരു ഹോംവർക്ക് പോലെ തന്നിരുന്നല്ലോ. അതിന്റെ കാര്യങ്ങൾ നിങ്ങൾ ഇവിടെ പറയുകയുണ്ടായി. അതിനോടനുബന്ധിച്ചിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് ഈ 3-ാം അധ്യായത്തിലുള്ള കാര്യങ്ങൾ ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കുവാൻ ക്രിസ്തുവിൽ ശരണപ്പെടുന്നത്. ഈ 3-ാം അധ്യായം ശരിക്കും പറയുകയാണെങ്കിൽ വളരെ ടഫസ്റ്റ് ആയിട്ടുള്ള ഒരു പാർട്ടാണ് റോമാലേഖനത്തിൽ. അതുകൊണ്ട് ഇത് പഠിപ്പിക്കുവാൻ തന്നെ ആരും മുതിരുകയില്ല. വളരെ പുറകോട്ട് പോകുവാനായിട്ടാണ് മിക്കവരും ഇടയായി തീരുന്നത്. കാരണം ഈ 3-ാം അധ്യായം അത്ര ടഫസ്റ്റ് പാർട്ട് എന്നാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത്. ഞാനും നിങ്ങളെപ്പോലെ ഒരു എളിയ വിദ്യാർത്ഥിയാണ്. തിയോളജിക്കൽ ഡിഗ്രി എടുത്തിട്ടുണ്ട് എങ്കിൽ തന്നെ ഇപ്പോഴും ഞാൻ ഇതിനെ പറ്റി പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ. അപ്പോൾ 3-ാം അധ്യായത്തിൽ ഇവിടെ നമ്മൾ ചിന്തിക്കാൻ പോകുന്ന കാര്യങ്ങൾ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മൾ ഇവിടെ ചിന്തിക്കാൻ പോകുന്നത് ഒരു യഹൂദന്റെ മനസ്സിൽ ഉണ്ടാകുവാൻ സാധ്യതയുള്ള ചില എതിർന്യായങ്ങൾ ഇവിടെ അപ്പോസ്തലൻ ഉന്നയിക്കുന്നു. അതിനുള്ള മറുപടിയും അപ്പോസ്തലൻ പറയുന്നു. 3-ാം അധ്യായത്തിൽ ഒരു യഹൂദന്റെ മനസ്സിൽ ഉണ്ടാകുവാൻ സാധ്യതയുള്ള ചില എതിർന്യായങ്ങളും ഇവിടെ ഉന്നയിക്കുമ്പോൾ തന്നെ അപ്പോസ്തലൻ അതിന്റെ മറുപടിയും പറയുന്നതായിട്ടാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. ഇനി 1-ാം അധ്യായത്തിലേക്ക് 3-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം ആർക്കെങ്കിലും ഒരാൾക്ക് വായിക്കാം. 3-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം. എന്നാൽ യഹൂദന് എന്ത് വിശേഷത, അല്ല പരിച്ഛേദനയാൽ എന്ത് പ്രയോജനം? അപ്പോൾ 1-ാമത്തെ ചോദ്യം ഇവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. 1-ാമത്തെ ചോദ്യം, ഒരു യഹൂദനായിരിക്കുന്നത് കൊണ്ടുള്ള പ്രത്യേകത എന്ത്?
ഒന്നാമത്തെ ചോദ്യം, ഒരു യഹൂദനായിരിക്കുന്നത് കൊണ്ടുള്ള പ്രത്യേകത എന്ത് എന്നുള്ളതാണ് ഒന്നാമത്തെ ചോദ്യം. ഒരു യഹൂദനായിരിക്കുന്നത് കൊണ്ടുള്ള പ്രത്യേകത എന്ത്? എന്താണ് ഒരു യഹൂദനായിരിക്കുന്നത് കൊണ്ടുള്ള പ്രത്യേകത? യഹൂദനായിരിക്കുന്നത് കൊണ്ടുള്ള പ്രത്യേകത എന്താണെന്നാണ് ഇതിന്റെ ഒന്നാം വാക്യത്തിൽ ചോദിക്കുന്നു. അതിന്റെ ഉത്തരം രണ്ടാമത്തെ വാക്യത്തിൽ കൊടുത്തിരിക്കുന്നു. അതിന്റെ ഉത്തരം രണ്ടാമത്തെ വാക്യത്തിൽ കൊടുത്തിരിക്കുന്നു. രണ്ടാം വാക്യത്തിലാണ് ഇതിന്റെ മറുപടി ആരംഭിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ഒന്നാമത്തെ ചോദ്യത്തിന്റെ മറുപടി നമുക്ക് ഇവിടെ കാണുന്നു. അതിന്റെ രണ്ടാമത്തെ വാക്യത്തിലാണ് ഇവിടെ നമുക്ക് കാണുന്നത്. എന്താണ് രണ്ടാം വാക്യത്തിൽ? ഒന്നാമത് ദൈവത്തിന്റെ അരുളപ്പാടുകൾ അവരുടെ പക്കൽ എന്ത് ചെയ്തിരിക്കുന്നു? സമർപ്പിച്ചിരിക്കുന്നു. റോമാലേഖനം അതിന്റെ 9-ാം അധ്യായത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ, റോമാലേഖനം അതിന്റെ 9-ാമത്തെ അധ്യായത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ അതിന്റെ 4-ാമത്തെ വാക്യം ഡെയ്സി സിസ്റ്റർ ഒന്ന് വായിച്ചിട്ട്, 9-ന്റെ 4-ാമത്തെ വാക്യം. ആ ആ ആ കാരണം ഇവിടെ യഹൂദന് ഇവിടെ യഹൂദന്റെ വിശേഷത വളരെ സവിസ്തരമായി വിശേഷിച്ചിരിക്കുന്നു. അപ്പോൾ യഹൂദന്റെ വിശേഷത അതിന്റെ 4-ാമത്തെ വാക്യത്തിൽ 9-ന്റെ 4-ാമത്തെ വാക്യത്തിൽ അവർ ഇസ്രായേലിയർ പുത്രത്വവും തേജസ്സും നിയമങ്ങളും ന്യായപ്രമാണവും ആരാധനയും വാക്തത്വങ്ങളും അവർക്കുള്ളവ. അപ്പോൾ യഹൂദന്റെ വിശേഷത സകല വിധത്തിലും ഇവിടെ ഉണ്ടെന്നുള്ളത് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. അപ്പൊ അരുളപ്പാടുകൾ അവരെ പരമേൽപ്പിച്ചിരിക്കുന്നു. ദൈവത്തിന്റെ അരുളപ്പാടുകൾ അവരെ പരമേൽപ്പിച്ചിരിക്കുന്നു എന്നുള്ളത് ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നു. അതുകൊണ്ടാണ് അതിന്റെ രണ്ടാം വാക്യത്തിന്റെ 1-ാം വാക്യത്തിൽ രണ്ടിലെഴുതിയിരിക്കുന്നത്, 3-ന് 2 എഴുതിയിരിക്കുന്നത്, ഒന്നാമത് ദൈവത്തിന്റെ അരുളപ്പാടുകൾ അവരുടെ പക്കൽ സമർപ്പിച്ചിരിക്കുന്നത് തന്നെ. അപ്പോൾ ദൈവത്തിന്റെ അരുളപ്പാടുകൾ ഒരു യഹൂദന്റെ പക്കലായിരുന്നു സമർപ്പിച്ചിട്ടുണ്ടായിരുന്നത്. അതാണ് 9-ന്റെ 4-ൽ നമ്മൾ വായിച്ചു കേട്ടത്. 9-ന്റെ 4-ൽ നമ്മൾ വായിച്ചു കേട്ടത്. അരുളപ്പാടുകൾ എന്ന് ഉദ്ദേശിക്കുന്നത് തിരുവെഴുത്തുകളെ ഉദ്ദേശിച്ചാണ് പറയുന്നത്. അരുളപ്പാടുകൾ എന്ന് ഉദ്ദേശിക്കുന്നത് ദൈവത്തിന്റെ ഈ തിരുവെഴുത്തുകളെ ഉദ്ദേശിച്ചിട്ടാണ് പറയുന്നത്. വിശേഷാൽ അതിലെ പ്രവചന ഭാഗത്തെ ഉദ്ദേശിച്ചും അതിലുപരിയായി അതിലെ മശിഹായെ സംബന്ധിച്ചിട്ടുള്ള ഭാഗങ്ങളെ ഉദ്ദേശിച്ചുമാണ് ഈ അരുളപ്പാടുകൾ എന്ന് ഉദ്ദേശിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. അതിന്റെ 3-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്നു, ചിലർ വിശ്വസിച്ചില്ല എങ്കിൽ അവരുടെ വിശ്വാസത്താൽ ദൈവത്തിന്റെ വിശ്വസ്തതയ്ക്ക് നീക്കം വരുമോ? ഒരു നാളും ഇല്ല. അപ്പൊ 3-ാം വാക്യത്തിൽ ചിലർ വിശ്വസിച്ചില്ല എങ്കിൽ എന്ന് പറഞ്ഞിരിക്കുന്നത് തിരുവെഴുത്തത്തിലെ വാക്തത്വങ്ങളെ ചിലർ വിശ്വസിച്ചില്ല എന്ന കാരണത്താൽ വാക്തത്വങ്ങൾ നിറവേറുന്ന കാര്യത്തിൽ ദൈവം പിന്മാറുകയില്ല എന്ന അർത്ഥത്തിലാണ്. ഒന്നും കൂടെ പറയാം. 3-ാം വാക്യത്തിൽ ചിലർ വിശ്വസിച്ചില്ല എങ്കിൽ എന്ന് പറഞ്ഞിരിക്കുന്നത് തിരുവെഴുത്തിലെ വാക്തത്വങ്ങളെ
ചിലർ വിശ്വസിച്ചില്ല എന്ന കാരണത്താൽ വാഗ്ദത്തങ്ങൾ നിറവേറ്റുന്ന കാര്യത്തിൽ ദൈവം എന്ത് ചെയ്യില്ല, പിന്മാറുകയില്ല എന്നുള്ള അർത്ഥത്തിലാണ്. 4-ാം വാക്യത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ, നിന്റെ വാക്കുകളിൽ നീ നീതീകരിക്കപ്പെടുവാനും നിന്റെ ന്യായവിസ്താരത്തിൽ ജയിപ്പാനും എന്ന് എഴുതിയിരിക്കുന്നത് പോലെ ദൈവം സത്യവാൻ, സകല മനുഷ്യരും ഭോഷ്ക് പറയുന്നവർ എന്നേ വരൂ. അപ്പോൾ 4-ാം വാക്യത്തിലെ വാക്യങ്ങൾ നമ്മൾ 51-ാമത്തെ സങ്കീർത്തനം അതിന്റെ 4-ാം വാക്യമായി കൂട്ടിച്ചേർത്ത് വായിക്കണം. 51-ാമത്തെ സങ്കീർത്തനം ഒന്ന് ഓടിച്ച് വായിക്കാം. 51-ാം സങ്കീർത്തനം അതിന്റെ 4-ാമത്തെ വാക്യം. കാരണം നിന്നോട് തന്നെ ഞാൻ പാപം ചെയ്തു, നിനക്ക് അനിഷ്ടമായുള്ളത് ഞാൻ ചെയ്തിരിക്കുന്നു. സംസാരിക്കുമ്പോൾ നീ നീതിമാനായും വിധിക്കുമ്പോൾ നിർമ്മലനായും ഇരിക്കേണ്ടതിന് തന്നെ. സ്തോത്രം. ഈ വാക്യം, ഇതിന്റെ 4-ാമത്തെ വാക്യം 51-ാം സങ്കീർത്തനത്തിന്റെ 4-ാം വാക്യമായി കൂട്ടി യോജിപ്പിച്ചിരിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. ഈ ഉദ്ധരണിയിൽ 2 പ്രകാരത്തിലാണ് ഇവിടെ നമുക്ക് ഇതിന്റെ വിശദീകരണം കാണുവാൻ സാധിക്കുന്നത്. 2 പ്രകാരത്തിൽ. ഒന്ന്, ദൈവത്തിന്റെ വിധിയുടെ സ്വഭാവം മനുഷ്യൻ അംഗീകരിക്കുവാൻ നിർബന്ധിതനായിത്തീരുന്നു. 2, ദൈവത്തിന്റെ വഴികളെ സംബന്ധിച്ച് മനുഷ്യൻ വിധിക്കുമ്പോൾ ദൈവം എപ്പോഴും ജയം കൈവരിക്കുന്നവനായിരിക്കും. ദൈവത്തിന്റെ വിധികളെ അല്ലെങ്കിൽ ദൈവത്തിന്റെ വഴികളെ ഒരിക്കലും ഒരു മനുഷ്യനും വിധിക്കുവാൻ സാധ്യമല്ല. അങ്ങനെ ഏതെങ്കിലും മനുഷ്യൻ വിധിക്കുവാൻ തീരുമാനിച്ചാൽ, അങ്ങനെ ഏതെങ്കിലും മനുഷ്യൻ വിധിക്കുവാനായിട്ട് തുടരുന്നുവെങ്കിൽ അവന്റെ വിധിയെല്ലാം അവിടെ പാളിപ്പോകുന്ന ഒരു സംഭവം നമുക്ക് കാണുവാൻ സാധിക്കുന്നു. അപ്പോൾ ദൈവത്തിന്റെ വഴികളെ സംബന്ധിച്ചിടത്തോളം മനുഷ്യൻ വിധിക്കുമ്പോൾ എപ്പോഴും അത് വിജയം കൈവരിക്കുന്നത് ദൈവം മാത്രമായിരിക്കും. സ്തോത്രം. ഇതിന്റെ കാര്യം എന്നുള്ളത്, ദൈവത്തിന്റെ വഴി എപ്പോഴും നീതിയുള്ളവയാണ്. ദൈവത്തിന്റെ വഴി എപ്പോഴും പെർഫെക്റ്റ് ആണ്. മനുഷ്യന്റെ വഴി ഭോഷ്കുള്ളതാണ്. അതുകൊണ്ടാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്, ദൈവം സത്യവാൻ, സകല മനുഷ്യരും ഭോഷ്ക് പറയുന്നവർ എന്നേ വരൂ. അപ്പോൾ ദൈവം ആരാണ്? ദൈവം സത്യവാനാണ്, സകല മനുഷ്യരും ഭോഷ്ക് പറയുന്നവരാണെന്നാണ് ദൈവത്തിന്റെ വചനത്തിൽ വളരെ കൃത്യമായി രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഭോഷ്ക് പറയുന്ന മനുഷ്യന്, ഒന്നും കൂടെ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ, ദൈവത്തിന്റെ നീതിയുള്ള വിധികളെ, ദൈവത്തിന്റെ നീതിയുള്ള വഴികളെ അവന് വിധിക്കുവാൻ സാധ്യമാകുകയില്ല. പ്രൈസ് ദി ലോർഡ്. അതിന്റെ 5ഉം 6ഉം വാക്യം, 5ഉം 6ഉം വാക്യം. ആ ആ ആ ആ ഇവിടെ രണ്ടാമത്തെ ചോദ്യം, എന്തുകൊണ്ടാണ് ദൈവം പാപിയെ ശിക്ഷിക്കുന്നത്? എന്തുകൊണ്ടാണ് ദൈവം പാപിയെ ശിക്ഷിക്കുന്നത്? എന്തുകൊണ്ടാണ് ദൈവം പാപിയെ ശിക്ഷിക്കുന്നത്? അതിന്റെ ഉത്തരമാണ് ഇവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. എന്തുകൊണ്ടാണ് ദൈവം പാപിയെ ശിക്ഷിക്കുന്നത്? 5-ാമത്തെ വാക്യത്തിൽ, റോമാലേഖനം 3-ാം അധ്യായം അതിന്റെ 5-ാം വാക്യത്തിൽ, എന്നാൽ നമ്മുടെ അനീതി ദൈവത്തിന്റെ നീതിയെ പ്രസിദ്ധമാക്കുന്നു എങ്കിൽ നാം എന്തു പറയും? ശിക്ഷ നടത്തുന്ന ദൈവം നീതിയില്ലാത്തവനെന്നോ? ഞാൻ മാനുഷ രീതിയിൽ പറയുന്നു, ഒരു നാളുമല്ല. അല്ലെങ്കിൽ ദൈവം ലോകത്തെ എങ്ങനെ വിധിക്കും? അപ്പോൾ റോമാലേഖനം
മൂന്നാമത്തെയും 5ഉം 6ഉം വാക്യങ്ങൾ രണ്ടാമത്തെ ചോദ്യവും അതിന്റെ ഉത്തരവുമാണ്. ഇവിടെ എന്തുകൊണ്ടാണ് ദൈവം പാപിയെ വിധിക്കുന്നത് എന്നുള്ള ചോദ്യത്തിന്റെ ഉത്തരം ഇവിടെ കൃത്യമായി നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. നമുക്കറിയാം, പഴയ നിയമത്തിൽ ദാവീദ് ചെയ്യാൻ പാടില്ലാത്ത ഒരു വലിയ പാപം ദാവീദ് ചെയ്യുവാനായിട്ട് ഇടയായി തീർന്നു. അവിടെ ദൈവം തന്റെ നീതിയുള്ള വിധി അവിടെ വെളിപ്പെടുത്തുവാനായിട്ട് ഇടയായി തീർന്നു. Praise the Lord. അതുകൊണ്ടാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്, അപ്പോസ്തലനായ പൗലോസ് പറയുന്നത് കണ്ടോണം, ഞാൻ മാനുഷ്യ രീതിയിൽ പറയുന്നു, ഒരു നാളുമല്ല, അല്ലെങ്കിൽ ദൈവം ലോകത്തെ എങ്ങനെ വിധിക്കും. ഒന്നും കൂടി പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ മാനുഷ്യ രീതിയിൽ പറയുന്നു എന്നുള്ളത് ഞാൻ മനുഷ്യന്റെ വീക്ഷണ കോണിൽ നിന്നുകൊണ്ട് ഈ മഹാകാര്യത്തെ വീക്ഷിക്കുന്നു എന്നുള്ള അർത്ഥത്തിലാണ്. ദൈവം ലോകത്തെ വിധിക്കുന്നു എന്നുള്ളത് അംഗീകരിക്കപ്പെട്ടിട്ടുള്ള ഒരു വസ്തുതയായി അപ്പോസ്തലൻ ഇവിടെ ചൂണ്ടിക്കാണിക്കുകയാണ്. എന്തുകൊണ്ടാണ് ദൈവം പാപിയെ വിധിക്കുന്നത് എന്നുള്ള ചോദ്യത്തിന്റെ ഒരു ഉത്തരമാണ് ഇതിനകത്ത് എഴുതിയിരിക്കുന്നത്. എന്നാൽ നമ്മുടെ അനീതി ദൈവത്തിന് നീതിയെ പ്രസിദ്ധമാക്കുന്നുവെങ്കിൽ നാം എന്തു പറയുന്നു? ശിക്ഷ നടത്തുന്ന ദൈവം നീതിയില്ലാത്തവൻ എന്നോ? ഞാൻ മാനുഷ്യ രീതിയിൽ പറയുന്നു, ഒരു നാളുമല്ല. എന്തുകൊണ്ടാണ് ദൈവം പാപിയെ ശിക്ഷിക്കുന്നത്? അവൻ നീതിയിലേക്ക് വരേണ്ടതിന് വേണ്ടിയാണ് ദൈവം പാപിയെ ശിക്ഷിക്കുന്നത്. അവൻ തന്റെ പാപപ്രവൃത്തികളെ വിട്ട്, അവൻ തന്റെ നീതികേടുകളെ വിട്ട് അവൻ നീതിയിലേക്ക് തിരിഞ്ഞു വരേണ്ടതിനാണ് ദൈവം പാപികളെ ശിക്ഷിക്കുന്നത്. അതിന്റെ ഉദാഹരണമാണല്ലോ നാം പഴയ നിയമത്തിൽ നാം കേട്ട ആ ദാവീദിന്റെ വീഴ്ചയെ പറ്റി നമുക്ക് കേൾക്കുവാനായിട്ട് ഇടയായി തീർന്നത്. അപ്പോൾ അതിന്റെ മറുപടിയായി ദൈവം ഈ ലോകത്തെ വിധിക്കുന്നു എന്നുള്ളത്, ഈ പാപമായ ഈ ലോകത്തെ വിധിക്കുന്നുള്ളത് അംഗീകരിക്കപ്പെട്ടുള്ള ഒരു വസ്തുതയാണെന്ന് ഇവിടെ അപ്പോസ്തലനായ പൗലോസ് ഉയർത്തി കാണിക്കുകയാണ്. അതിന്റെ 7ഉം 8ഉം വാക്യം വായിക്കുമ്പോൾ മൂന്നാമത്തെ ചോദ്യവും അതിന്റെ ഉത്തരവും നമുക്ക് കാണുന്നു. അതിന്റെ 7ഉം 8ഉം വാക്യം, 7ഉം 8ഉം വാക്യം ഒന്ന് വായിച്ചാട്ടെ. ആ ഉം ഉം ആ ആ ആ പ്രൈസ് ദി ലോർഡ്. ഇവിടെ മൂന്നാമത്തെ ചോദ്യവും അതിന്റെ ഉത്തരവും നമുക്ക് കാണുവാൻ സാധിക്കുന്നു. പൗലോസ് പ്രസംഗിക്കുന്നത് ഭോഷ്കാണ് പ്രസംഗിക്കുന്നത് എന്നാണ് തന്റെ എതിരാളികൾ പറയുന്നത്. എന്തിനാണ് ഇങ്ങനെ ഭോഷ്ക് പ്രസംഗിക്കുന്നത്? ഒന്നും കൂടെ ഞാൻ അത് വിവരിച്ച് പറയാം. പൗലോസ് പ്രസംഗിക്കുന്നത് ഭോഷ്കാണെന്നും എന്തിനാണ് അപ്പോസ്തലനായ പൗലോസ് ഇങ്ങനെ ഭോഷ്ക് പ്രസംഗിക്കുന്നത് എന്നുമാണ് ഇവിടെ ഇവർ ചോദിക്കുന്ന ചോദ്യം. അപ്പോൾ അതുകൊണ്ടാണ് ഇതിന്റെ 7 മുതൽ 8 വരെയുള്ള വാക്യത്തിൽ ഇപ്രകാരം നാം വായിച്ചു കേട്ടത്, ദൈവത്തിന്റെ സത്യം എന്റെ ഭോഷ്കിനാൽ അവന്റെ മഹത്വത്തിനായി അധികം തെളിവായി എങ്കിൽ എന്നെ പാപിയെന്ന് വിധിക്കുന്നത് എന്ത്? നല്ലത് വരേണ്ടതിന് തീത് ചെയ്യുക എന്ന് പറയരുതോ? ഞങ്ങൾ അങ്ങനെ പറയുന്നു എന്ന് ചിലർ ഞങ്ങളെ ദുഷിച്ചു പറയുന്നുവല്ലോ. ഇവർക്ക് വരുന്ന ശിക്ഷാപതി നീതിയുള്ളവ തന്നെ. അപ്പോൾ ദൈവത്തിന്റെ സത്യം
സത്യങ്ങളെ കുറിച്ചുള്ള പ്രകാശം, ഒന്നുകൂടെ പറഞ്ഞാൽ സുവിശേഷത്തെ കുറിച്ചുള്ള പ്രകാശം അപ്പോസ്തലനായ പൗലോസ് പ്രസംഗിക്കുമ്പോൾ അവന്റെ എതിരാളികൾക്ക് മനസ്സിലാക്കുവാൻ സാധിച്ചത് ഇത് യഥാർത്ഥമായ സത്യമല്ല, ഇത് ഭോഷ്കാണെന്ന് അവന്റെ എതിരാളികൾ പറഞ്ഞു. സ്തോത്രം. എന്തിനാണ് നീ ഇത് പ്രസംഗിക്കുന്നത് എന്ന് അവനോട് ചോദിക്കുവാനിടയെ തീർന്നു. അപ്പോൾ അവിടെ അപ്പോസ്തലനായ പൗലോസ് ഉച്ചരിച്ച ഒരു സംഭവം, ആ വാക്യം എന്നെ വളരെയധികം ചിന്തിപ്പിച്ചു. അതിന്റെ 8-ാമത്തെ വാക്യത്തിൽ, നല്ലത് വരേണ്ടതിന് തീത് ചെയ്യുക എന്ന് പറയരുതോ, ഞങ്ങൾ അങ്ങനെ പറയുന്നു എന്ന് ചിലർ ഞങ്ങളെ ദുഷിച്ചു പറയുന്നുവല്ലോ, ഇവർക്ക് വരുന്ന ശിക്ഷാവിധി നീതി ഉള്ളത് തന്നെ. അപ്പോൾ അപ്പോസ്തലനായ പൗലോസ് ഇവരോട് പറയുകയാണ്, നിങ്ങൾക്ക് വരുന്ന ശിക്ഷാവിധി നീതി ഉള്ളത് തന്നെയാണ്. സ്തോത്രം. ഞാൻ ഭോഷ്കല്ല പ്രസംഗിക്കുന്നത്, ഞാൻ സത്യമാണ് പ്രസംഗിക്കുന്നത്, സത്യവചനത്തെയാണ് പ്രസംഗിക്കുന്നത്. നിങ്ങൾ അതിനെ തിരിച്ചു പറയുന്നുവെങ്കിൽ ഒരു കാര്യം ചിന്തിച്ചു കൊള്ളുക, നിങ്ങൾക്ക് വരുന്ന ശിക്ഷാവിധി നീതി ഉള്ളത് തന്നെ. സ്തോത്രം. നാം ഒന്നും കൂടെ ഞാൻ അതിനെ വിശദീകരിച്ച് പറയുകയാണ്. നാം കർത്താവിന്റെ വചനം ഒരു കവലയിൽ നിന്ന് പ്രസംഗിക്കുമ്പോൾ, ഒരു തെരുവിൽ നിന്ന് പ്രസംഗിക്കുമ്പോൾ, കേൾക്കുന്നവൻ ഒരുപക്ഷെ അതിനെ കേട്ടിട്ട് ഇവൻ പ്രസംഗിക്കുന്നത് ഭോഷ്കാണെന്ന് ഒരു സൈഡിൽ കൂടെ പറയുമ്പോൾ, നമുക്കറിയാം ഞാനും നീയും പ്രസംഗിക്കുന്നത് സത്യസന്ധമായ ദൈവത്തിന്റെ വചനമാണ്, അത് ഭോഷ്കല്ല. എന്നാൽ ഇങ്ങനെ പറയുന്നവർക്കുള്ള ശിക്ഷാവിധി നീതിയുള്ളവ എന്നാണ് അപ്പോസ്തലനായ പൗലോസ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. 3-ാം അധ്യായം അതിന്റെ 9 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ, 3-ാം അധ്യായം അതിന്റെ 9 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ നമുക്ക് ഈ ചോദ്യ ഉത്തരങ്ങളുടെ ഒരു കൺക്ലൂഷൻ അവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നു. ചോദ്യോത്തരങ്ങളുടെ ഒരു കൺക്ലൂഷനെ നമുക്ക് അവിടെ കാണുവാനായിട്ട് സാധിക്കുന്നു. ഇതുവരെയും അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞ കാര്യങ്ങളുടെ ചുരുക്കം ഇവിടെ നമുക്ക് വായിക്കുമ്പോൾ മനസ്സിലാക്കുവാൻ സാധിക്കുന്നു. അതിന്റെ 9-ാമത്തെ വാക്യത്തിൽ, ആകയാൽ എന്ത്, നമുക്ക് വിശേഷതയുണ്ടോ? അശേഷമില്ല. യഹൂദന്മാരും യവനന്മാരും ഒരുപോലെ പാപത്തിന്റെ കീഴാകുന്നു എന്ന് നാം മുമ്പേ തെളിയിച്ചുവല്ലോ. അപ്പോൾ യഹൂദന്മാരും യവനന്മാരും ഒരുപോലെ പാപത്തിന്റെ കീഴിലാണെന്ന് ഇവിടെ വളരെ വ്യക്തമായി ഈ തിരുവെഴുത്തുകൾ തന്നെ തെളിയിച്ചിരിക്കുന്നതാണ്. ഇതിന്റെ ഉപസംഹാരം, ഒരു കൺക്ലൂഷൻ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അതിന്റെ തെളിവുകൾ 10-ാം അധ്യായം 10 മുതൽ 18 വരെയുള്ള അതിന്റെ തെളിവുകൾ 3-ാം അധ്യായത്തിന്റെ 10 മുതൽ 18 വരെയുള്ള വാക്യങ്ങളിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നു. ഒന്നും കൂടെ ഞാൻ മനസ്സിലാക്കി പറഞ്ഞു തരുന്നു. മുകളിൽ പറഞ്ഞ ചോദ്യ ഉത്തരങ്ങളുടെ ഉപസംഹാരമാണ് 3-ന്റെ 9 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾ. കൺക്ലൂഷൻ എന്താണ്? അതിന്റെ കൺക്ലൂഷൻ, യഹൂദന്മാരും യവനന്മാരും ഒരുപോലെ പാപത്തിൻ കീഴിലാകുന്നു. അതിന്റെ തെളിവുകളാണ് ഈ താഴെ 10 മുതൽ 18 വരെയുള്ള വാക്യങ്ങളിൽ നമുക്ക് വായിക്കുമ്പോൾ മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. 10-ാമത്തെ വാക്യം വായിച്ചാട്ടെ, 3-ാം അധ്യായം അതിന്റെ 10-ാം വാക്യം.
ആ, കണ്ടോ കണ്ടോ? 3:10 എഴുതിയിരിക്കുന്നു, നീതിമാൻ ആരുമില്ല, ഒരുത്തൻ പോലുമില്ല. അപ്പോൾ ഇതുവരെയും ഒരു നീതിമാനെ ഈ ലോകത്തിൽ കണ്ടിട്ടില്ല. ഉള്ള ഒരേ ഒരു നീതിമാൻ അത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവാണ്. മനുഷ്യകുലത്തിൽ ഒരു നീതിമാൻ പോലും ഈ ലോകത്തിലില്ല. ഉള്ളത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവാണ് ഏക നീതിമാൻ. അതുകൊണ്ടാണ് അപ്പോസ്തലനായ പൗലോസ് വളരെ കൃത്യമായി ഇവിടെ പറഞ്ഞിരിക്കുന്നു, നീതിമാൻ ആരുമില്ല, ഒരുത്തൻ പോലുമില്ല, ഗ്രഹിക്കുന്നവനും ഇല്ല, എല്ലാവരും വഴിതെറ്റി ഒരുപോലെ കൊള്ളരുതാത്തവരായി തീർന്നിരിക്കുന്നു, നന്മ ചെയ്യുന്നവനില്ല, ഒരുത്തൻ പോലുമില്ല. അപ്പോൾ ഇവിടെ ഉദ്ധരിച്ചിരിക്കുന്ന ചില തിരുവെഴുത്തുകളെ നമുക്ക് വായിക്കാം. ഇവിടെ ഉദ്ധരിച്ചിരിക്കുന്ന ചില തിരുവെഴുത്തുകൾ 10-ാമത്തെ വാക്യം മുതൽ 12-ാമത്തെ വാക്യം വരെ നാം വായിക്കുമ്പോൾ ദൈവം ഒരു ന്യായാധിപനായി ഇവിടെ സംസാരിക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. റോമാലേഖനം 3-ാം അധ്യായം 10-12 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ദൈവം ഇവിടെ ഒരു ന്യായാധിപനായി വെളിപ്പെടുന്നതായിട്ട്, ന്യായാധിപനായിട്ട് സംസാരിക്കുന്നത് നമുക്ക് കാണുന്നു. 13 മുതൽ 15 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ദൈവം ഒരു വൈദ്യൻ എന്ന നിലയിൽ ഇവിടെ സംസാരിച്ചിരിക്കുന്നു. 13 മുതൽ 15 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ദൈവം ഒരു വൈദ്യൻ എന്ന നിലയിൽ ഇവിടെ സംസാരിച്ചിരിക്കുന്നു. 16 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ദൈവം ഒരു ചിത്രകാരൻ എന്ന നിലയിൽ ഇവിടെ കാണുവാനായിട്ട് സാധിക്കുന്നു. അപ്പോൾ 10 മുതൽ 12 വരെയുള്ള വാക്യങ്ങളുടെ അകത്ത് നാം വായിച്ചു കേട്ടു, നീതിമാൻ ആരുമില്ല, ഒരുത്തൻ പോലുമില്ല, ഗ്രഹിക്കുന്നവനില്ല, ദൈവത്തെ അന്വേഷിക്കുന്നവനില്ല, എല്ലാവരും വഴിതെറ്റി ഒരുപോലെ കൊള്ളരുതാത്തവരായി തീർന്നു, നന്മ ചെയ്യുന്നവനില്ല, ഒരുത്തൻ പോലുമില്ല. ഇത് പാപത്തിന്റെ ഒരു പൊതു സ്വഭാവമാണ്. പാപത്തിന്റെ ഒരു പൊതു സ്വഭാവമാണ്. 10 മുതൽ 12 വരെ ഉള്ള വാക്യങ്ങളിൽ പാപത്തിന്റെ ഒരു പൊതു സ്വഭാവത്തെ നമുക്ക് കാണുന്നു. എന്നാൽ 15 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു, അവരുടെ കാൽ രക്തം ചൊരിയുവാൻ ബന്ധപ്പെടുന്നു, നാശവും അരിഷ്ടതയും അവരുടെ വഴികളിലുണ്ട്, സമാധാന മാർഗം അവർ അറിഞ്ഞിട്ടില്ല. അവരുടെ വാക്കുകളിൽ കൂടിയുള്ള ഒരു പാപങ്ങളെ അവിടെ വെളിപ്പെടുത്തുകയാണ്. വാക്കുകളിൽ കൂടിയുള്ള പാപങ്ങൾ അവിടെ വെളിപ്പെട്ടു വരുന്നു. 13 മുതൽ 14 വരെയുള്ള വാക്യങ്ങളിൽ വാക്കുകളിൽ കൂടിയുള്ള പാപങ്ങൾ, 15 മുതൽ 17 വരെയുള്ള വാക്യങ്ങളിൽ പ്രവൃത്തിയിൽ കൂടിയുള്ള പാപങ്ങളെ നമുക്ക് കാണുന്നു. അതിന്റെ 18-ാമത്തെ വാക്യത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ, അവരുടെ ദൃഷ്ടിയിൽ ദൈവഭയം ഇല്ല എന്ന് എങ്ങനെ എഴുതിയിരിക്കുന്നുവല്ലോ. അപ്പോൾ എല്ലാത്തിന്റെയും ഉത്ഭവസ്ഥാനം 18-ാമത്തെ വാക്യത്തിൽ നമുക്ക് കാണുന്നു. എന്താണ് എല്ലാത്തിന്റെയും ഉത്ഭവസ്ഥാനം? ദൈവഭയം ഇല്ല എന്നുള്ളതാണ്. പത്ത് മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ 14-ാം സങ്കീർത്തനത്തിന്റെ ആദ്യ 3 വാക്യങ്ങൾ നമുക്ക് വായിക്കാം. ആർക്കെങ്കിലും ഒരാൾക്ക് വായിക്കാം 14-ാം സങ്കീർത്തനം അതിന്റെ ആദ്യ 3 വാക്യങ്ങൾ.
ആ കാരണം ഇവിടെ എഴുതിയിരിക്കുന്നു, ദൈവമില്ല എന്ന് മൂടന്റെ ഹൃദയത്തിൽ പറയുന്നവർ വഷളന്മാരായി മനസ്സിൽ പ്രവർത്തിക്കുന്ന നന്മ ചെയ്യുന്ന ആരുമില്ല. ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാനുണ്ടോ എന്ന് കാണുവാൻ യഹോവ സ്വർഗത്തിൽ നിന്ന് മനുഷ്യപുത്രന്മാരെ നോക്കുന്നു. എല്ലാവരും വഴിതെറ്റി ഒരുപോലെ കൊള്ളരുതാത്തവരായി തീർന്നു. നന്മ ചെയ്യുന്നവനില്ല, ഒരുത്തൻ പോലുമില്ല. Praise the Lord. നമുക്കിവിടെ മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്, ഈ ലോകത്തിൽ ആദാം മുതൽ ഉള്ള ഒരു മനുഷ്യകുലം പോലും നീതിമാനായിട്ട് ഉണ്ടായിരുന്നില്ല. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മാത്രമാണ് നീതിമാനായിട്ടുണ്ടായിരുന്നത്. ആദാമിനെ സംബന്ധിച്ചോളം ആദാൻ നീതിമാനായിരുന്നില്ല, ബൽക്കി അവൻ കേവലം ഒരു നിഷ്കളങ്കനായിരുന്നു. നന്മയും തിന്മയും തിരിച്ചറിഞ്ഞിട്ട് നന്മ സ്വീകരിക്കുന്നവൻ ആരോ അവനാണ് ആര്? നീതിമാൻ. നീതിമാൻ എന്ന വാക്കിന്റെ അർത്ഥമാണ് നമ്മളിവിടെ പറഞ്ഞത്. നന്മയും തിന്മയും തിരിച്ചറിഞ്ഞിട്ട് നന്മ സ്വീകരിക്കുന്നവൻ ആരോ അവൻ ആരാണ്? നീതിമാനാണ്. എന്നാൽ ആദാമിന്റെ ജീവിതത്തിൽ അവൻ പിശാചിനാൽ അവൻ കളിപ്പിക്കപ്പെടുവാനിടയിൽ തീർന്നു. അവൻ വഞ്ചിക്കപ്പെടുവാനായിട്ട് ഇടയായി തീർന്നു. വേഴ്സ് 13, റോമാലേഖനം 4:13 വാക്യം നാം കൂട്ടി പഠിക്കുമ്പോൾ, സങ്കീർത്തനങ്ങൾ 55 അധ്യായം അതിന്റെ 9 വാക്യം, 5:9 വാക്യം, അവരുടെ വായിൽ ഒട്ടും നേരില്ല, അവരുടെ അന്തരംഗം നാശകൂപം തന്നെ, അവരുടെ തുണ്ട തുറന്ന ശവക്കുഴിയാകുന്നു, നാവുകൊണ്ട് അവർ മധുരവാക്ക് പറയുന്നു. ദൈവമേ, അവരെ എന്ത് ചെയ്യണമേ? കുറ്റം വിധിക്കണമേ. അപ്പോൾ നാം പഠിച്ചല്ലോ ആ രണ്ടാമത്തെ ചിന്ത, അതെ, അവരുടെ തൊണ്ട എന്താകുന്നു? തുറന്ന ശവക്കുഴിയാകുന്നു. നമുക്കറിയാം, ഒരു രോഗിയുടെ ആരോഗ്യനില അറിയണമെങ്കിൽ ആദ്യം എന്ത് ചെയ്യും? നിങ്ങൾ എല്ലാവരും ഹോസ്പിറ്റലിൽ പോയിട്ടുള്ളവരാണ്. ഒരുപക്ഷെ നേഴ്സിംഗ് പഠിച്ചവരോ നേഴ്സായി ജോലി ചെയ്തവരൊക്കെ ഇതിനകത്ത് ഉണ്ടായിരിക്കാം. എന്താണ് ആദ്യം ചെയ്യുന്നത്? ഒരു രോഗി വന്നാൽ, കറക്റ്റ്, കൃത്യം പറഞ്ഞു, ആദ്യം അവരുടെ വായ ഇവർ തുറന്നു നോക്കിയതിനു ശേഷം ലൈറ്റ് അടിച്ച് നോക്കും, അല്ലേ? എന്നിട്ട് അയാളുടെ തൊണ്ടയും നാവും പരിശോധിക്കും. സ്തോത്രം. അപ്പൊ അതുകൊണ്ടാണ് ഈ വാക്യം 13 എഴുതിയിരിക്കുന്നത്. എന്താണ്? അവരുടെ തൊണ്ട തുറന്ന ശവക്കുഴി, നാവ് കൊണ്ട് അവർ ചതിക്കുന്നു, സർപ്പവിഷം അവരുടെ ആദരത്തിന് കീഴെയുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മനുഷ്യന്റെ വായിൽ നിന്നും പുറപ്പെടുന്ന വാക്കുകൾ തുറന്ന ശവക്കുഴിയിൽ നിന്നും ഉണ്ടായിരിക്കുന്നതിലും അധികം ദുർഗന്ധമാണ് പുറപ്പെട്ടു വരുന്നത് എന്നർത്ഥം. മനുഷ്യന്റെ വായിൽ നിന്ന് വരുന്ന വാക്കുകൾ വളരെയധികം മ്ലേച്ഛമായ വാക്കുകളാണ് മനുഷ്യന്റെ വായിൽ നിന്ന് കടന്നു വരുന്നത്. എന്റെ മനസ്സിൽ കൂടെ കയറി വരുന്ന ഒരു വാക്യം ഞാൻ പെട്ടെന്ന് നിങ്ങളെ പ്രബോധിപ്പിക്കട്ടെ. യാക്കോബിന്റെ ലേഖനത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ, യാക്കോബിന്റെ ലേഖനം അതിന്റെ 3-ാം അധ്യായം അതിന്റെ 7-ാമത്തെ വാക്യം. ഇറ്റ്സ് എ വെരി ഇമ്പോർട്ടന്റ് വേർഡ്സ്, യു നീഡ് ടു നോട്ട് ഇറ്റ് ഡൗൺ. യാക്കോബിന്റെ ലേഖനം 3-ാം അധ്യായം അതിന്റെ 7-ാമത്തെ വാക്യം, മൃഗം, പക്ഷിയുടെ ജാതി, ജലജന്തു ഈ വകയെല്ലാം മനുഷ്യജാതിയോട് മരിങ്ങിയുമിരിക്കുന്നു. നാവിനെയോ മനുഷ്യർക്കാർക്കും മരിക്കാവുന്നതല്ല, അത് അടങ്ങാത്ത ദോഷം
മരണകരമായ വിഷം നിറഞ്ഞത്. അതിനാൽ നാമും കർത്താവും പിതാവുമായുള്ളവനെ സ്തുതിക്കുന്നു. അപ്പോൾ അതിന്റെ 5-ാമത്തെ വാക്യത്തിൽ അങ്ങനെ തന്നെ നാവും ചെറിയ അവയവമെങ്കിലും വളരെ വമ്പ് പറയുന്നു. കുറഞ്ഞ തീ എത്ര വലിയ കാട് കത്തിക്കുന്നു. നാവും ഒരു തീ തന്നെ. അപ്പോൾ മനുഷ്യന്റെ ജീവിതത്തിലെ എല്ലില്ലാത്ത ഒരേ ഒരു അവയവമേ ഉള്ളൂ. അതെന്താണ്? അത് നാവാണ്. ആ നാവ് എങ്ങനെയിട്ടും വളയ്ക്കാം. ആ നാവ് കൊണ്ട് എങ്ങനെയും സംസാരിക്കാം. ആ നാവ് കൊണ്ട് നമുക്ക് ആരെയും മുറിപ്പെടുത്താം. ആ നാവ് കൊണ്ട് നമുക്ക് ആരെയും കുറ്റപ്പെടുത്താം. ആ നാവ് കൊണ്ട് നമുക്ക് ആരെയും വേദനിപ്പിക്കാം. അതുകൊണ്ടാണ് റോമാലേഖനത്തിൽ എഴുതിയിരിക്കുന്നു, അത് മനുഷ്യന്റെ തൊണ്ട തുറന്ന ശവക്കുഴിയാകുന്നു. നാവ് കൊണ്ട് അവർ ചതിക്കുന്നു. സർപ്പവിഷം അവരുടെ ആദരങ്ങൾക്ക് കീഴെയുണ്ട്. അപ്പോൾ മനുഷ്യന്റെ ശരീരത്തിൽ എല്ലില്ലാത്ത ഒരേ ഒരു അവയവം ഉണ്ടെങ്കിൽ അത് നാവാണ്. അപ്പോൾ നാം അതിനെ എന്ത് ചെയ്യണം? അതിനെ മെരുക്കിയെടുക്കണം. സ്തോത്രം. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ നാവിൽ നിന്ന് വരുന്ന വാക്കുകൾ, നാം ഉച്ചരിക്കുന്ന വാക്കുകൾ, ഉച്ചാരണ ശൈലികൾ സർപ്പവിഷം നിറഞ്ഞതാണോ എന്ന് നമുക്ക് നമ്മളെ തന്നെ ഒന്ന് പരിശോധിക്കാം. മറ്റുള്ളവരെ മുറിപ്പെടുത്തുന്ന വാക്കുകളാണോ എന്ന് നമുക്ക് നമ്മളെ തന്നെ ഒന്ന് പരിശോധിക്കാം. ഒരു വ്യക്തിയെ മുറിച്ചാൽ അത് സുഖമാകണമെങ്കിൽ കുറെ സമയമെടുക്കും. അതുകൊണ്ട് നാം ആരെയും മുറിക്കുവാൻ പാടില്ല. വേഴ്സ് 14 അവരുടെ വായിൽ ശാപവും കയ്പും നിറഞ്ഞിരിക്കുന്നു. സങ്കീർത്തനം 10:7. അവന്റെ വായിൽ ശാപവും വ്യാജവും സാഹസവും നിറഞ്ഞിരിക്കുന്നു. അവന്റെ നാവിൻ കീഴിൽ ദോഷവും അക്രമവും ഇരിക്കുന്നു. കണ്ടോ. അപ്പോൾ ദൈവത്തിന്റെ വചനത്തിൽ വളരെ കൃത്യമായി രേഖപ്പെടുത്തിയിരിക്കുന്നു, അവരുടെ വായിൽ ശാപവും കയ്പും നിറഞ്ഞിരിക്കുന്നു. അവരുടെ വായിൽ ശാപവും വ്യാജവും സാഹസവും നിറഞ്ഞിരിക്കുന്നു. അവന്റെ നാവിന്റെ കീഴിൽ ദോഷവും അതിക്രമവും നിറഞ്ഞിരിക്കുന്നു. പ്രിയമുള്ളവരെ, ഇത് മനുഷ്യന്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പാപത്തിന്റെ അവസ്ഥയാണ്. വേഴ്സ് 15, 15-ാമത്തെ വാക്യം, റോമാലേഖനം 3:15 വാക്യം. അവരുടെ കാൽ രക്തം ചൊരിയുവാൻ ബന്ധപ്പെടുന്നു. അവരുടെ കാൽ രക്തം ചൊരിയുവാൻ ബന്ധപ്പെടുന്നു. യെശയ്യാപ്രവചനം 59:7 വാക്യം. യെശയ്യാപ്രവചനം 59:7 വാക്യം. Somebody can read it. യെശയ്യാപ്രവചനം 59:7 വാക്യം. കിട്ടിയെങ്കിൽ ആരെങ്കിലും ഒരാൾക്ക് വായിക്കാം. അവരുടെ കാൽ ദോഷത്തിനായി ഓടുന്നു. കുറ്റമില്ലാത്ത രക്തം ചിന്നുവാൻ അവർ ബന്ധപ്പെടുന്നു. അവരുടെ നിരൂപണങ്ങൾ അന്യായ നിരൂപണങ്ങളാകുന്നു. ശൂന്യവും നാശവും അവരുടെ പാതകളിലുണ്ട്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ നിസ്സാരമായ കാര്യങ്ങളിൽ ഉള്ള പേരിൽ മനുഷ്യൻ അന്യോന്യം കൊല ചെയ്യുന്നു. അന്യോന്യം കുത്തുവാക്കുകൾ ഉപയോഗിക്കുന്നു. അവനെ പറ്റി അന്യായമായ നിരൂപണങ്ങൾ നിരൂപിക്കുന്നു. ശൂന്യവും നാശവും അവരുടെ പാതകളിലുണ്ട്. സമാധാനത്തിന്റെ വഴി അവർ അറിയുന്നില്ല. അതുകൊണ്ടാണ് 15-ാമത്തെ വാക്യത്തിലിരിക്കുന്നു, അവരുടെ കാൽ രക്തം ചൊരിയുവാൻ ബന്ധപ്പെടുന്നു. പ്രിയമുള്ളവരെ, നിസ്സാര കാര്യങ്ങളുടെ പേരിലാണ് ഇന്ന് മനുഷ്യൻ അന്യോന്യം കൊല ചെയ്യുന്നത്, അന്യോന്യം പോർ വിളിക്കുന്നത്, അന്യോന്യം വഴക്കിടുന്നത്, അന്യോന്യം പിണങ്ങി മാറി നിൽക്കുന്നത്. മനുഷ്യന്റെ ആയുസ് 70 ഏറെയാൽ 80 മാത്രം. അതിന് പ്രതാപവും പ്രതിഫലം കഷ്ടവും ദുഃഖമാണ് ദൈവത്തിന്റെ വചനം പറയുന്നു. നാം എത്ര കൊല്ലം ജീവിക്കുമെന്നോ എത്ര സമയം ഈ ഭൂമിയിൽ പാർക്കുമെന്നോ നമുക്ക് ആർക്കും അറിയുന്നില്ല. അതിന്റെ ഇടയിൽ നമുക്ക് ഇങ്ങനെ വഴക്കുണ്ടാക്കുവാനോ ഇങ്ങനെ കൊല വിളിക്കുവാനോ ഒന്നും നമുക്ക് സമയം ദൈവം അനുവദിച്ചിട്ടില്ല.
സ്തോത്രം. Verse 16, 16 വാക്യം. നാശവും അരിഷ്ടതയും അവരുടെ വഴികളിലുണ്ട്. നാശവും അരിഷ്ടതയും നാം നേരത്തെ വായിച്ചല്ലോ. നാശവും അരിഷ്ടതയും അവരുടെ വഴികളിലുണ്ട്. യെശയ്യാപ്രവചനം 59:7 അവസാന വാക്യം. ശൂന്യവും നാശവും അവരുടെ പാതകളിലുണ്ട്. ഇങ്ങനെയുള്ളവരുടെ വഴികൾ ശൂന്യമുള്ളതാണ്. അവരുടെ വഴികളിൽ നാശം മാത്രമേ ഉണ്ടാകുകയുള്ളൂ. അവരുടെ പാതകൾ ഒരു കാരണവശാലും അനുഗ്രഹിക്കപ്പെടുവാൻ പോകുകയില്ല എന്ന് ദൈവത്തിന്റെ വചനത്തിൽ വളരെ കൃത്യമായി രേഖപ്പെടുത്തിയിരിക്കുന്നു. Verse 15, അതിന്റെ 17 വാക്യം. 59 റോമാലേഖനം 3-ാം വാക്യം. സമാധാന മാർഗം അവർ അറിഞ്ഞിട്ടില്ല. അവരുടെ ദൃഷ്ടിയിൽ ദൈവഭയമില്ല എന്നിങ്ങനെ എഴുതിയിരിക്കുന്നുവല്ലോ. എവിടെയാണ് എഴുതിയിരിക്കുന്നത്? യെശയ്യാപ്രവചനം 59:8 വാക്യത്തിൽ എഴുതിയിരിക്കുന്നു, സമാധാനത്തിന്റെ വഴി അവർ അറിയുന്നില്ല. അവരുടെ നടപ്പിൽ ന്യായമില്ല. അവർ തങ്ങൾക്കായി വളഞ്ഞ പാതകളെ ഉണ്ടാക്കിയിരിക്കുന്നു. അവയിൽ നടക്കുന്ന ഒരുത്തനും സമാധാനം അറിയുകയില്ല. ഈ വാക്യമൊക്കെ ബ്രീഫായിട്ട് എക്സ്പ്ലനേഷൻ ചെയ്യാൻ പോയി കഴിഞ്ഞാൽ ഒത്തിരി സമയമെടുത്ത് പറയേണ്ട കാര്യങ്ങളാണ്. എങ്കിൽ തന്നെയും അതെ, ഈ വാക്യത്തിൽ വളരെ കൃത്യമായി രേഖപ്പെടുത്തിയിരിക്കുന്നു, സമാധാന മാർഗം അവർ അറിഞ്ഞിട്ടില്ല. അവരുടെ ദൃഷ്ടിയിൽ ദൈവം ഭയമില്ല എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. യെശയ്യാ 59:8 നാം വായിച്ചല്ലോ, അവരുടെ നടപ്പിൽ ന്യായമില്ല. അവർ തങ്ങൾക്കായി വളഞ്ഞ പാതകളെ ഉണ്ടാക്കിയിരിക്കുന്നു. അവയിൽ നടക്കുന്നവരൊരുത്തരും സമാധാനം അറിയുകയില്ല. ഇന്ന് രാത്രിയിൽ ഒരു കാര്യം ദൈവത്തിന്റെ വചനത്തിൽ കൂടെ വിളിച്ചു പറയട്ടെ. വളഞ്ഞ പാതയിലൂടെ, വളഞ്ഞ വഴികളിലൂടെ, തെറ്റായ പാതയിലൂടെ നീ സഞ്ചരിക്കുന്നുവെങ്കിൽ നിന്റെ ജീവിതത്തിൽ സമാധാനം ഉണ്ടാകുകയില്ല. നീ സമാധാനം അനുഭവിക്കുകയില്ല. എന്നാൽ ദൈവത്തിന്റെ വചനം പഠിപ്പിക്കുന്നു, നേരോടെ നടക്കുന്നവർക്ക് ഒരു നന്മയ്ക്കും അവൻ നഷ്ടം വരുത്തുകയില്ല. പ്രിയമുള്ളവരെ, നമുക്ക് നേരോടെ ദൈവത്തിന്റെ വചനത്തിൽ സഞ്ചരിക്കാം. അതിന്റെ 18 വാക്യം. അവരുടെ ദൃഷ്ടിയിൽ ദൈവഭയമില്ല എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. അപ്പൊ എല്ലാത്തിന്റെയും സാരാംശം എന്താണ്? ദൈവഭയം ഇല്ല എന്നുള്ളതാണ്. എല്ലാ പാപത്തിന്റെയും സാരാംശം, എല്ലാ പാപത്തിന്റെയും ഉത്ഭവസ്ഥാനം എവിടെയാണ്? ദൈവഭയമില്ല. ദൈവഭയം ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ അവൻ ഒരിക്കലും പാപം ചെയ്യുകയില്ല. അവൻ പാപത്തിൽ നിന്ന് പിന്മാറും. സങ്കീർത്തനങ്ങൾ 36:1 വാക്യം. സങ്കീർത്തനങ്ങൾ 36:1 വാക്യം. സങ്കീർത്തനം 36:1 വളരെ കൃത്യമായി രേഖപ്പെടുത്തിയിരിക്കുന്നു, ദുഷ്ടന് തന്റെ ഹൃദയത്തിൽ പാപോപദേശമുണ്ട്, അവന്റെ ദൃഷ്ടിയിൽ ദൈവഭയമില്ല. അപ്പോൾ ഒരു ദുഷ്ടന്റെ ഹൃദയത്തിൽ എന്തുണ്ട്? പാപത്തിന്റെ ഉപദേശമുണ്ട്. അവന്റെ ദൃഷ്ടിയിൽ അവൻ എന്തില്ല? ദൈവഭയം ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ മേളിൽ പറഞ്ഞ നാം പഠിച്ച എല്ലാത്തിന്റെയും ഉത്ഭവസ്ഥാനം നമുക്കിവിടെ മനസ്സിലാക്കുവാൻ സാധിക്കുന്നു. ആ വ്യക്തിയുടെ ജീവിതത്തിൽ ദൈവഭയമില്ല എന്നുള്ളതാണ്. ഒന്നും കൂടെ ചുരുക്കി പറഞ്ഞാൽ, ഈ വക പാപങ്ങൾ ഉണ്ടാകുന്ന, ഈ വക പാപങ്ങൾ പ്രവർത്തിക്കുന്ന, ഈ വക പാപങ്ങൾ ചെയ്യുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ എന്തില്ല? ദൈവഭയമില്ല.
ദൈവഭയമുള്ളവർക്ക് ഇത് ചെയ്യുവാൻ പറ്റുകയില്ല. 19ാമത്തെ വാക്യവും 20ാമത്തെ വാക്യവും ഒന്ന് പഠിച്ചു വായിക്കാം. 19-20 റോമാലേഖനം 3-ാം അധ്യായം 19-20 വാക്യം വായിക്കാം. ന്യായപ്രമാണം പറയുന്നത് എല്ലാം ന്യായപ്രമാണത്തിന് കീഴുള്ളവരോട് പ്രസ്താവിക്കുന്നുവെന്ന് നാം അറിയുന്നു. അങ്ങനെ ഏതു വായും അടഞ്ഞ് സർവലോകവും ദൈവസന്നിധിയിൽ ശിക്ഷായോഗ്യമായി തീരേണ്ടതിനത്രേ. അതുകൊണ്ട് ന്യായപ്രമാണത്തിന്റെ പ്രവർത്തികളാൽ ഒരു ജഡവും അവന്റെ സന്നിധിയിൽ നീതീകരിക്കപ്പെടുകയില്ല. ന്യായപ്രമാണത്താൽ പാപത്തിന്റെ പരിജ്ഞാനമത്രേ വരുന്നത്. അപ്പോൾ ഇവിടെ നീതീകരണം എങ്ങനെ സാധ്യമല്ല എന്ന് ഇവിടെ നമുക്ക് വായിക്കുവാനിടയിൽ തീർന്നു. നീതീകരണം എങ്ങനെ സാധ്യമല്ല? എങ്ങനെ സാധ്യമല്ല? ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തികളാൽ നീതീകരണം സാധ്യമല്ല. നാം മുൻപേ പഠിച്ചല്ലോ, ന്യായപ്രമാണം ഒരു ശിശുപാലകനായി മാറി, ന്യായപ്രമാണം ഒരു ഉപദേഷ്ടാവായി മാറി. അങ്ങനെയെങ്കിൽ ഈ ന്യായപ്രമാണം ശിശുപാലകനായി മാറിയെങ്കിൽ, ന്യായപ്രമാണം ഒരു ഉപദേഷ്ടാവായി മാറിയെങ്കിൽ, ഈ ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തികളാൽ നീതീകരണം ഒരു നാളും സാധ്യമല്ല. ഇതുവരെയുള്ള ഭാഗത്ത് മനുഷ്യൻ പാപി എന്ന് തെളിയിച്ചുവെങ്കിൽ, ഈ 2 വാക്യങ്ങളിൽ നാം വായിക്കുമ്പോൾ മനസ്സിലാക്കുവാൻ സാധിക്കുന്നു, അവൻ രക്ഷപ്പെടുവാൻ തിരയുന്ന ഒരു സ്വാഭാവിക മാർഗം, ന്യായപ്രമാണ മാർഗം അവൻ തെരഞ്ഞെടുക്കുകയാണ്. ഈ ന്യായപ്രമാണം മാർഗം അത് നിഷ്പ്രയോജനമാണെന്ന് ഇവിടെ നമുക്ക് കാണുന്നു. അതിന്റെ 19ാം വാക്യം, ന്യായപ്രമാണം പറയുന്നതെല്ലാം ന്യായപ്രമാണത്തിന് കീഴുള്ളവരോട് പ്രസ്താവിക്കുന്നുവെന്ന് നാം അറിയുന്നു. അങ്ങനെ ഏത് വായും അടഞ്ഞ് സർവലോകവും ദൈവസന്നിധിയിൽ ശിക്ഷായോഗ്യമായി തീരേണ്ടതിന് തന്നെ. അതുകൊണ്ട് ന്യായപ്രമാണത്തിന്റെ പ്രവർത്തികളാൽ ഒരു ജഡവും അവന്റെ സന്നിധി നീതീകരിക്കപ്പെടുന്നില്ല. ന്യായപ്രമാണത്താൽ പാപത്തിന്റെ പരിജ്ഞാനമത്രേ വരുന്നത്. അപ്പോൾ ന്യായപ്രമാണത്തിന്റെ പ്രവർത്തികൾ നിഷ്പ്രയോജനമാണെന്ന് ഇവിടെ നമുക്ക് കാണുവാനായിട്ടിടയായി തീർന്നു. 19ാം വാക്യത്തിൽ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നു, ന്യായപ്രമാണത്തിന്റെ പ്രവർത്തികൾ അതിൽ ഒരുത്തരും രക്ഷപ്പെടുവാൻ കഴിയുകയില്ല. അത് നിഷ്പ്രയോജനമാണ്. Praise the Lord. അടുത്തതായിട്ട് നമ്മൾ ചിന്തിക്കുന്ന ഭാഗം വിഭാഗം 2 വിഭാഗം 2. ഒന്നാമത്തെ വിഭാഗം എന്താണ് നമ്മൾ പഠിച്ചത്? ഒന്നാമത്തെ വിഭാഗം നമ്മൾ എന്താണ് പഠിച്ചത്? ഒന്നാമത്തെ വിഭാഗം എന്താണ് നമ്മൾ പഠിച്ചത്? പറഞ്ഞാട്ടെ. ഒന്നാമത്തെ വിഭാഗം നോട്ട് എഴുതിയെടുത്തവരുണ്ടെങ്കിൽ ഒന്ന് മറിച്ച് നോക്കിയിട്ട് നിങ്ങൾക്ക് പറയാം. ഒന്നാമത്തെ വിഭാഗം 1-ാം അധ്യായം 18 മുതൽ 3-ാം അധ്യായം 20 വരെയുള്ള വാക്യങ്ങൾ. ദൈവത്തിന്റെ നീതി ആവശ്യമായിരിക്കുന്ന ജാതി. അതിൽ നമ്മൾ പരിഷ്കൃത ജാതികളുടെ പാപം പഠിച്ചു.
അപരിഷ്കൃത ജാതികളുടെ പാപം പഠിച്ചു, അല്ലേ? ഇനി വിഭാഗം 2 നമ്മൾ പ്രവേശിക്കുകയാണ്. വിഭാഗം 2. വിഭാഗം 2 ഇവിടെ ദൈവം നീതി ദാനം ചെയ്യുന്ന ഒരു ദൈവത്തെ പറ്റിയാണ് നമ്മൾ പഠിക്കുന്നത്. ദൈവം എന്ത് ചെയ്യുന്നു? നീതി ദാനം ചെയ്യുന്നു. നീതി ദാനം ചെയ്യുന്ന ദൈവം. അതിന് 21 മുതൽ 26 വരെയുള്ള വാക്യങ്ങൾ ഓടിച്ചു വായിക്കാം. 21 മുതൽ 26 വരെ. കാരണം ഇവിടെ എഴുതിയിരിക്കുന്നു, മതി, ഇവിടെ എഴുതിയിരിക്കുന്നു, എന്നാൽ ഇപ്പോഴോ വളരെ വ്യത്യസ്തപ്പെട്ട ഒരു ദൂത്, ഒരു സന്ദേശം അപ്പോസ്തലനായ പൗലോസ് ഇവിടെ വായനക്കാർക്ക് വേണ്ടി കൈമാറുകയാണ്. വളരെ വ്യത്യസ്തപ്പെട്ട ഒരു ദൂത് അപ്പോസ്തലനായ പൗലോസ് ഇവിടെ വായനക്കാർക്ക് വേണ്ടി കൈമാറുകയാണ്. അതിന്റെ 21 വാക്യത്തിൽ, ഇപ്പോഴോ ദൈവത്തിന്റെ നീതി വിശ്വസിക്കുന്ന എല്ലാവർക്കും യേശുക്രിസ്തുവിലെ വിശ്വാസത്താലുള്ള ദൈവ നീതി തന്നെ. അപ്പോൾ ദൈവത്തിന്റെ നീതി വെളിപ്പെട്ടു വന്നിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ താൻ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ദൈവത്തിന്റെ നീതി വെളിപ്പെട്ടു വന്നിരിക്കുന്നു. നാം ദൈവത്തിന്റെ വചനം പഠിക്കുമ്പോൾ പഴയ നിയമത്തിൽ സീനായി മലയിൽ വെച്ച് ദൈവിക നീതി വെളിപ്പെട്ടതായിട്ട് നമ്മൾ കാണുന്നു. പഴയ നിയമത്തിൽ സീനായി മലയിൽ വെച്ച് ദൈവിക നീതി വെളിപ്പെടുവാനായിട്ട് ഇടയായിത്തീർന്നു. 2, പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ കാൽവറിയുടെ കുലമരത്തിൽ കർത്താവ് തന്റെ നീതിയെ വെളിപ്പെടുത്തി. സീനായി മലയിൽ ദൈവം തന്റെ നീതിயின் സ്വഭാവത്തിൽ വെളിപ്പെട്ടപ്പോൾ, നീതിയുള്ള സ്വഭാവം വെളിപ്പെടുത്തിയപ്പോൾ, കാൽവരിയുടെ കുലമരത്തിൽ ദൈവം തന്റെ നീതിയുടെ സ്വഭാവത്തിൽ വെളിപ്പെടുകയും മനുഷ്യന് നീതി പ്രദാനം ചെയ്യുകയും ചെയ്തു. സ്തോത്രം. കാൽവരിയുടെ കുലമരത്തിൽ ദൈവം മനുഷ്യന് തന്റെ നീതി പ്രദാനം ചെയ്യുകയാണ്. എന്താണ് ദൈവത്തിന്റെ നീതി? എന്താണ് ദൈവത്തിന്റെ നീതി എന്നുള്ളതാണ് നാം വായിച്ചത്. ഇപ്പോഴോ ദൈവത്തിന്റെ നീതി. എന്താണ് ദൈവത്തിന്റെ നീതി? 1 കൊരിന്ത്യർ 1:30 വാക്യം. 1 കൊരിന്ത്യർ 1:30 വാക്യം. ആമേൻ. ഇവിടെ എഴുതിയിരിക്കുന്നു, നിങ്ങളോ അവനാൽ ക്രിസ്തുയേശുവിൽ ഇരിക്കുന്നു. അവൻ നമുക്ക് ദൈവത്തിൽ നിന്ന് ജ്ഞാനവും നീതിയും ശുദ്ധീകരണവും വീണ്ടെടുപ്പുമായിരിക്കുന്നു. സ്തോത്രം. 2 ജെരമ്യാ 23:6 വാക്യം. ജെരമ്യാ 23:6 വാക്യം.
യെസ്, ആമേൻ, പ്രൈസ് ദി ലോർഡ്. അവനെ യഹോവ നമ്മുടെ നീതി എന്ന് പേർ പറയുമെന്ന് യഹോവയുടെ അരുളപ്പാട്. സ്തോത്രം. അപ്പോൾ ആരാണ് ഇവിടെ നീതി? ഒന്ന് ഒന്ന് വരുന്നവർ ഒന്ന് വരുന്നവർ 1:30. 1 വരുന്നവർ 1:30. 1 വരുന്നവർ 1:30. അപ്പോൾ ദൈവത്തിന്റെ നീതി എന്നുള്ളത്, ഇപ്പോഴോ ദൈവത്തിന്റെ നീതി വിശ്വസിക്കുന്ന എല്ലാവർക്കും യേശു ക്രിസ്തുവിലുള്ള ദൈവനീതി തന്നെ. അപ്പോൾ ഇത് ക്രിസ്തു താൻ തന്നെയാണ് നീതിയായി വെളിപ്പെടുന്നത് എന്ന് വചനത്തിൽ വെളിപ്പെടുത്തിയിരിക്കുന്നു. ഈ നീതി വെളിപ്പെടുത്തിക്കൊണ്ട് ഏവർക്കും തന്നെ കാണുവാനും അംഗീകരിക്കാനുമുള്ള ഒരു സാധ്യത ഇവിടെ വെളിപ്പെടുകയാണ്. ഒന്നും കൂടെ ഇവിടെ പറഞ്ഞു കഴിഞ്ഞാൽ ന്യായപ്രമാണം കൂടാതെ വെളിപ്പെട്ടു വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവനീതി ന്യായപ്രമാണത്തിൽ അധിഷ്ഠിതമല്ല. ദൈവനീതി വെളിപ്പെടണമെങ്കിൽ ന്യായപ്രമാണത്തിന്റെ ഒരു ആവശ്യമില്ല എന്നുള്ളതാണ്. ന്യായപ്രമാണം കൂടാതെ, ഇതിന്റെ സാരാംശം എന്നുള്ളത് ന്യായപ്രമാണം അനുസരിക്കാതെ എന്നുള്ളതാണ്. അതായത് ഒരു പാപി ന്യായപ്രമാണത്തിലെ സകല കൽപ്പനകളും ലംഘിച്ചവനാണെങ്കിൽ പോലും അവൻ വിശ്വസിച്ച നിമിഷത്തിൽ തന്നെ, കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച അതേ നിമിഷത്തിൽ തന്നെ എന്ത് ചെയ്യുന്നു? ആ രക്ഷ അവൻ പ്രാപിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ദൈവത്തിന്റെ നീതി കർത്താവിനെ സ്വന്തം രക്ഷിതാവായി അവൻ സ്വീകരിച്ച് ജലത്തിൽ മുങ്ങി സ്നാനപ്പെട്ട് ഒരു വിശുദ്ധ ജീവിതം നയിക്കുമ്പോൾ തന്നെ അവന്റെ അകത്ത് ഒരു ദൈവത്തിന്റെ നീതി വെളിപ്പെടുകയാണ്. അതിന് ന്യായപ്രമാണത്തിന്റെ ആവശ്യം വരുന്നില്ല. എന്താണ് ന്യായപ്രമാണം? 22-ാമത്തെ വാക്യം വായിച്ചാട്ടെ. 22. അതിന് ന്യായപ്രമാണവും പ്രവാചകന്മാരും സാക്ഷ്യം പറയുന്നു. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ അതിന് ന്യായപ്രമാണവും പ്രവാചകന്മാരും സാക്ഷ്യം പറയുന്നു. ഇവിടെ ന്യായപ്രമാണം എന്ന് പറഞ്ഞിരിക്കുന്നത് നമുക്കറിയാം. നിങ്ങൾ പഠിച്ചിട്ടുണ്ടല്ലോ പെന്റാട്ടുക്ക്, അല്ലെ? പഠിച്ചിട്ടുള്ളവർ നിങ്ങൾക്കറിയാം ഏതാണ്? ദ ഹീബ്രു വേർഡ് പെന്റാറ്റുക്ക് എന്ന് പറഞ്ഞാൽ 5 പുസ്തകം എന്നുള്ളതാണ്. പെന്റ, പഞ്ചഗ്രന്ഥങ്ങൾ. അപ്പോ ഇവിടെ ന്യായപ്രമാണം എന്ന് പറഞ്ഞിരിക്കുന്നത് മോശയുടെ 5 പുസ്തകത്തെ പറ്റിയും പ്രവാചക പുസ്തകങ്ങൾ എന്ന് പറഞ്ഞിരിക്കുന്നത് സങ്കീർത്തനം ഉൾപ്പെടെയുള്ള മറ്റു പ്രവചന പുസ്തകങ്ങളെ പറ്റിയും ഉദ്ദേശിച്ചാണ്. അതുകൊണ്ടാണ് 22-ൽ ഒരു വ്യത്യാസവുമില്ല, അതിന് ന്യായപ്രമാണവും പ്രവാചകന്മാരും സാക്ഷ്യം പറയുന്നു. അടുത്തത് 23-ാമത്തെ വാക്യം. ഒരു വ്യത്യാസവുമില്ല, എല്ലാവരും പാപം ചെയ്ത് ദൈവവേൽസില്ലാത്തവരായി തീർന്നിരിക്കുന്നു. ഇവിടെ ഒരു വ്യത്യാസവുമില്ല എന്നിവിടെ കാണുന്ന പ്രയോഗത്തെ കുറിച്ച് നമുക്ക് കാണുന്നു. ഒരു വ്യത്യാസവുമില്ല, എല്ലാവരും പാപം ചെയ്ത് ദൈവതേജസ് ഇല്ലാത്തവരായി തീർന്നിരിക്കുന്നു. ഒരു വ്യത്യാസവുമില്ല. ഇതിനിവിടെ 2 അഭിപ്രായങ്ങളാണുള്ളത്. 2 അഭിപ്രായങ്ങൾ.
ഒന്ന്, നീതി പ്രാപിക്കുന്ന കാര്യത്തിൽ ഒരു വ്യത്യാസവുമില്ല എന്ന് ചിലരും, നീതി പ്രാപിക്കുന്ന കാര്യത്തിൽ ഒരു വ്യത്യാസവുമില്ല എന്ന് ചിലരും, പാപത്തിന്റെ കാര്യത്തിൽ ഒരു വ്യത്യാസമില്ല എന്ന് മറ്റു ചിലരും പറയുന്നു. എല്ലാവരും പാപം ചെയ്തു എന്നുള്ളത് ആദാമിൽ മനുഷ്യവർഗത്തിന് വന്നു ചേർന്ന ആ സ്ഥിതിയെ സംബന്ധിച്ചിട്ടുള്ള ഒരു പ്രയോഗമാണ്. കണ്ടോ? മനസ്സിലായില്ലേ? എല്ലാവരും പാപം ചെയ്തു എന്നുദ്ദേശിക്കുന്നത് ആദാമിൽ മനുഷ്യവർഗത്തിന് വന്നു ചേർന്ന ആ സ്ഥിതിയെ സംബന്ധിച്ചിട്ടുള്ളതാണ്. എല്ലാവരും പാപം ചെയ്തു, ദൈവതേജസ് ഇല്ലാത്തവരായി തീർന്നിരിക്കുന്നു. 24 മുതൽ 25 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ, 24 മുതൽ 25 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ, അവന്റെ കൃപയാൽ വായിച്ചട്ടെ. പ്രൈസ് ദി ലോർഡ്. ആമേൻ ആമേൻ. ഇവിടെ എഴുതിയിരിക്കുന്നു, അവന്റെ കൃപയാൽ ക്രിസ്തുവേശുവിങ്കലെ വീണ്ടെടുപ്പ് മൂലം സൗജന്യമായത്രേ നീതീകരിക്കപ്പെടുന്നത്. സ്തോത്രം. പ്രിയമുള്ളവരെ, നമുക്ക് നീതി ലഭിച്ചത് സൗജന്യമായിട്ടാണ്. അതെങ്ങനെയാണ്? അവന്റെ കൃപ ഒന്ന് മൂലമാണ്. നമുക്ക് പൂഴുവാൻ ഒന്നുമില്ല, നമുക്ക് പ്രശംസിപ്പാൻ ഒന്നുമില്ല. ഇറ്റ്സ് നോട്ട് അവർ ക്വാളിറ്റി, ഇറ്റ്സ് നോട്ട് അവർ ക്വാളിഫിക്കേഷൻ, ഇറ്റ്സ് നോട്ട് അവർ ഫാമിലി ബാക്ക്ഗ്രൗണ്ട്, റാദർ ഇറ്റ്സ് ഗ്രേസ് ഓഫ് ഗോഡ് ഓൺലി. കർത്താവിന്റെ കൃപ ഒന്നു മാത്രമാണ്. സ്തോത്രം. ഇന്ന് രാത്രി നാം ഇവിടെ ഇരിക്കുന്നത്, നാം ഇവിടെ ഇരുന്ന് വചനം പഠിക്കുന്നത്, നാം ഇവിടെ ഇരുന്ന് വചനം പഠിച്ച് പുറത്തു പോകുന്നത്, വചനം പ്രസംഗിക്കാൻ കടന്നു പോകുന്നതൊക്കെയും അവന്റെ കൃപ 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 ഒന്നു മാത്രമാണ്. ഇവിടെ 2-3 തിയോളജിക്കൽ വേർഡ്സ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ട് ഞാൻ മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുകയാണ്. ബ്രീഫായിട്ട് പറഞ്ഞു തരാൻ സമയമില്ലെങ്കിൽ തന്നെയും ചെറിയ ചെറിയ തിയോളജിക്കൽ വേർഡ്സ് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തന്നിട്ട് മുന്നോട്ട് പെട്ടെന്ന് പോകാൻ ഉദ്ദേശിക്കുന്നു. ഇവിടെ എഴുതിയിരിക്കുന്നു, അവന്റെ കൃപയാൽ ക്രിസ്തുവേശുവിങ്കലെ വീണ്ടെടുപ്പ് മൂലം. വീണ്ടെടുപ്പിനെ ഇംഗ്ലീഷിൽ പറയുന്ന വേർഡാണ് റിഡംഷൻ. റിഡംഷൻ 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 എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, റിഡംഷൻ എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഒരു പാപിക്ക് സൗജന്യമായി നീതീകരണം ലഭിക്കുന്നതിന്റെ അടിസ്ഥാനം എന്ന് പറയുന്ന വാക്കാണ്. ഒരു പാപിക്ക് സൗജന്യമായി നീതീകരണം ലഭിക്കുന്നതിന്റെ അടിസ്ഥാനം എന്ന് പറയുന്ന വാക്കാണ്. ഈ വാക്കിന്റെ അർത്ഥം വില കൊടുത്തു വാങ്ങി സ്വതന്ത്രനാക്കുക എന്നുള്ള അർത്ഥത്തിലാണ്. എന്താണ്? വില കൊടുത്തു വാങ്ങി സ്വതന്ത്രനാക്കുക എന്നുള്ള അർത്ഥത്തിലാണ്. പ്രിയമുള്ളവരെ, കർത്താവ് നമ്മളെ വില കൊടുത്തു വാങ്ങി. എങ്ങനെയാണ് അവൻ കൊടുത്തത്? അവന്റെ അവസാനത്തുള്ളി രക്തം അവൻ നമുക്ക് വേണ്ടി ചിന്തി. സ്തോത്രം. ആ വില, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, അത് ഏറ്റവും മികച്ചതായ ഒരു വിലയാണ്. നമുക്കറിയാം, ഒരു അടിമ ചന്തയിലേക്കൊക്കെ കടന്നു ചെന്ന് കഴിഞ്ഞാൽ അവിടെ പലവിധമായ ആടുകളും അല്ലെങ്കിൽ മാടുകളും ഒക്കെ കാണാം. അടിമച്ചന്തയിൽ കാശുള്ളവന്റെ കയ്യിൽ അവൻ കാശ് കൊടുത്തിട്ട് നല്ല ആടിനെയോ മാടിനെയോ അവൻ മേടിച്ചു കൊണ്ടുപോയി കഴിഞ്ഞാൽ പിന്നെ അത് അവന്റെ അടിമയായി തുടരുവാനിടയെത്തിരും. സ്തോത്രം.
എന്നാൽ അങ്ങനെ അടിമയായി തുടരുമ്പോൾ അവൻ പിന്നെ അവന് എന്നേക്കും ദാസനായി മാറുകയാണ്. എന്നാൽ വീണ്ടെടുപ്പിന്റെ വാക്കിൽ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് അവൻ നമ്മളെ വിലയ്ക്ക് വാങ്ങിയിരിക്കുകയാണ്. വിലയ്ക്ക്. സ്തോത്രം. ഒന്നും കൂടെ ആഴത്തിലേക്ക് ഇറങ്ങി പറയുകയാണെങ്കിൽ, നമ്മുടെ പാപത്തിന്റെ ബന്ധനത്തിൽ നിന്നും, പാപത്തിന്റെ അടിമകളായിരുന്ന നമ്മളെ കർത്താവായ യേശു ക്രിസ്തു തന്റെ പൂർണ്ണ സ്വാതന്ത്ര്യത്തിന് വേണ്ടി തന്റെ ജീവരക്തം കൊടുത്ത് നമ്മളെ വിലയ്ക്ക് വാങ്ങി. അതാണ് നീതീകരണം എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. റിഡംഷൻ. അങ്ങനെ റിഡംഷൻ വന്ന വ്യക്തി ഒരിക്കലും അവൻ ഈ പാപത്തിൽ പിന്നെ അവൻ തുടരുന്നില്ല. അങ്ങനെ നീതീകരണം വന്ന വ്യക്തി അവൻ ഈ പാപത്തിന്റെ അടിമയാകുന്നില്ല. അങ്ങനെ നീതീകരണം വന്ന വ്യക്തി ഈ പാപത്തിൽ നിന്നും അവൻ സ്വതന്ത്രനായി മാറുകയാണ്. അപ്പോൾ ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത് നാം നീതീകരണം പ്രാപിച്ച് മുന്നോട്ട് പോകുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുകയാണ്. ആ വാക്യം ഒന്നുകൂടെ വായിക്കാം. യേശു ക്രിസ്തുവെങ്കിലെ വീണ്ടെടുപ്പ് മൂലം സൗജന്യമായത്രേ നാം നീതീകരിക്കപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് നീതീകരിക്കപ്പെട്ടിരിക്കുന്നത്? എങ്ങനെയാണ് നീതീകരിക്കപ്പെട്ടിരിക്കുന്നത്? സൗജന്യമായിട്ട്. യെസ്, യേശു ക്രിസ്തുവിന്റെ രക്തത്താൽ നാം സൗജന്യമായി നീതീകരിക്കപ്പെട്ടു. അടുത്ത വേർഡ്, ആ ഒരു വേർഡും കൂടെ പറഞ്ഞിട്ട് ഞാൻ ഇവിടെ നിർത്താൻ ആഗ്രഹിക്കുകയാണ്. ക്ലാസ് നീണ്ടു പോവുകയാണ്. അടുത്തൊരു വേർഡ്, വീണ്ടെടുപ്പ് മൂലം സൗജന്യമായ എത്രയും നീതീകരിക്കപ്പെട്ടത് വിശ്വസിക്കുന്നവർക്ക് അവൻ തന്റെ രക്തം മൂലം പ്രായശ്ചിത്തമാകുവാൻ ദൈവം അവനെ പരസ്യമായി നിർത്തിയിരിക്കുന്നു. അപ്പൊ ഇവിടെ അടുത്ത വാക്ക് ഒരു തിയോളജിക്കൽ വേർഡാണ് നമ്മൾ ഉച്ചരിക്കുന്നത്, പ്രായശ്ചിത്തം. എന്താണ് പ്രായശ്ചിത്തം? ഈ പ്രായശ്ചിത്തം എന്ന വാക്ക് ഭാഷാന്തരം ചെയ്യുമ്പോൾ കൃപാസനം എന്ന ഒരു വാക്കിനോടാണ് അതിന്റെ യഥാർത്ഥ ഭാഷാന്തരങ്ങളിൽ നമ്മൾ കാണുന്നത്. എബ്രായ ലേഖനം, ഒത്തിരി വാക്യങ്ങളൊക്കെ തരാനുണ്ട്. അതിന്റെ ലെക്സിക്കോൺ, അതിന്റെ ന്യൂ ടെസ്റ്റ്മെന്റ് ലെക്സിക്കോൺ, ഗ്രീക്കിലൊക്കെ പോയി കഴിഞ്ഞാൽ ഒത്തിരിയും ഉണ്ട്. അപ്പൊ ഞാൻ അങ്ങോട്ടൊന്നും പോകുന്നില്ല. നിങ്ങൾക്ക് അങ്ങനെയൊക്കെ എക്സ്ട്രാ നോട്ട് വേണമെങ്കിൽ അടുത്ത ആഴ്ച ഞാൻ തരാം. ഞാൻ ചില അതിന്റെ വിവരണങ്ങൾ മാത്രം നിങ്ങൾക്ക് തന്നുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്. ഹീബ്രൂസ് ചാപ്റ്റർ 9 വേഴ്സ് 5. എബ്രായർ 9:5 വാക്യം. എബ്രായ ലേഖനം അതിന്റെ 9-ാം അധ്യായം അതിന്റെ 5-ാം വാക്യത്തിൽ അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു, അതിനുമീതെ കൃപാസനത്തെ മൂടുന്ന തേജസ്സിന്റെ കെരൂബുകളും ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ ഈ പ്രായശ്ചിത്തം അല്ലെങ്കിൽ പ്രൊഫിറ്റിയേഷൻ എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കൃപാസനം എന്നുള്ള ഒരു വാക്കാണ്. അതിന്റെ 1 മുതലുള്ള വാക്യം വായിക്കുക. എന്നാൽ ആദ്യ നിയമത്തിനും ആരാധനയ്ക്കുള്ള ചട്ടങ്ങളും ലൗകികമായ വിശുദ്ധ മന്ദിരം ഉണ്ടായിരുന്നു. ഒരു കൂടാരം ചമച്ച് അതിന്റെ ആദ്യ ഭാഗത്ത് നിലവിളക്കും മേശയും കാഴ്ചയപ്പവും ഉണ്ടായിരുന്നു. അതിന് വിശുദ്ധ സ്ഥലം എന്ന് പേർ. 2-ാം തിരശ്ശീലയ്ക്ക് പിന്നിലോ അതിവിശുദ്ധമെന്ന കൂടാരം ഉണ്ടായിരുന്നു.
അതിൽ പൊന്നു കൊണ്ടുള്ള ധൂപകലശവും മുഴുവനും പൊന്നു പൊതിഞ്ഞ നിയമപ്പെട്ടകവും അതിനകത്ത് മൂടി വെച്ചിരുന്ന പൊൻപാത്രം അഹരോന്റെ തളിർത്ത വടിയും നിയമത്തിന്റെ കൽപ്പലകളും അതിനു മീതെ കൃപാസനത്തെ മൂടുന്ന തേജസ്സിന്റെ കെരൂബുകളും ഉണ്ടായിരുന്നു. അപ്പോൾ ഈ കൃപാസനം എന്ന ഭാഷാന്തരം ഇവിടെ ഉച്ചരിച്ചിരിക്കുന്നത് രക്തം തളിച്ച കൃപാസനത്തെ ഉദ്ദേശിച്ചിട്ടുള്ളതാണ്. രക്തം തളിച്ച കൃപാസനത്തെ ഉദ്ദേശിച്ചിട്ടുള്ളതാണ്. കൃപാസനത്തിൽ രക്തം തളിക്കുന്നതിനോടുള്ള ബന്ധത്തിൽ മാത്രമാണ് അത് കൃപാസനമായി തീരുന്നത്. രക്തം തളിക്കുന്നില്ല എങ്കിൽ അത് ന്യായാസനമായിട്ട് മാറും. രക്തം തളിക്കുന്നത് കൊണ്ട് അത് കൃപാസനമായി മാറുന്നു. രക്തം തളിക്കുന്നില്ല എങ്കിൽ അത് ന്യായാസനമായി അവശേഷിക്കുവാനിടയെത്തിരുന്നു. അപ്പൊ അവന്റെ രക്തം മൂലം പ്രായശ്ചിത്തമാണ് എന്ന് പറഞ്ഞാൽ, നാം നമ്മുടെ വാക്യത്തിലേക്ക് കടക്കുന്നു. അവന്റെ രക്തം മൂലം പ്രായശ്ചിത്തമാണ് എന്ന് പറഞ്ഞാൽ അവന്റെ മരണം എന്ന് ഉദ്ദേശിക്കുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ മരണം ദൈവനീതിയുടെ സകല അവകാശങ്ങളെയും തൃപ്തിപ്പെടുവാൻ മതിയായിരുന്ന ഒന്നായിരുന്നു. ആ അടിസ്ഥാനത്തിൽ പാപിയോട് സമൃദ്ധിയായി കൃപ കാണിക്കുവാൻ കഴിയുന്ന ഒരേ ഒന്നാണ് കൃപാസനം. അപ്പോൾ കർത്താവായ യേശു ക്രിസ്തു രക്തം ചീന്തിയത് മൂലം അവന്റെ മരണം ദൈവനീതിയുടെ സകല അവകാശങ്ങളെയും തൃപ്തിപ്പെടുത്തുവാൻ മതിയായിരുന്ന ഒന്നാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നു. നിങ്ങൾക്ക് ലേവ്യ പുസ്തകം 16-ാമത്തെ അധ്യായം അതിന്റെ 14-15 വാക്യം വായിക്കാം. ലേവ്യ പുസ്തകം 16-ന്റെ 14-15 വാക്യം. ആ ആ ആ മതി. കൃപാസനത്തിന്റെ മുമ്പിലും കൃപാസനത്തിലും രക്തം തളിക്കുമെന്ന് വ്യക്തമായി പറഞ്ഞിരിക്കുന്നു. അപ്പോൾ ഇവിടെ നീതിമാനും പരിശുദ്ധനുമായ ദൈവത്തെ നമുക്ക് ഒരു വശത്ത് കാണുവാനായിട്ട് സാധിക്കുന്നു. മറുവശത്ത് വീഴ്ചക്കാരായ അല്ലെങ്കിൽ പാപം ചെയ്ത ഒരു കൂട്ടം ജനത്തെയും നമുക്ക് മറുവശത്ത് കാണുവാനായിട്ട് സാധിക്കുന്നു. ഈ രണ്ടു കൂട്ടർക്കും അടുക്കുന്നതിന് ബന്ധപ്പെട്ടിട്ടുള്ള ഏക അടിസ്ഥാനം രക്തം തളിച്ച കൃപാസനം മാത്രമാണ്. ഒരു വാക്യം കൂടെ എന്റെ ഹൃദയത്തിലേക്ക് കടന്നു വരുന്നത് ഞാൻ പ്രബോധിപ്പിച്ചിട്ട് ഈ ക്ലാസ് ഇന്നത്തെ ഇവിടെ വൈൻഡപ്പ് ചെയ്യുവാൻ ദൈവനാമത്തിൽ ശരണപ്പെടുന്നു. എഫെസ്യ ലേഖനം അതിന്റെ 5-ാം അധ്യായം അതിന്റെ 11-ാമത്തെ വാക്യം വായിക്കാം. ഇരുട്ടിന്റെ നിഷ്ഫല പ്രവർത്തികളിൽ നിങ്ങൾ കൂട്ടാളികളാകരുത്, അവയെ ശാസിക്കുകയത്രേ വേണ്ടത്. അപ്പോൾ തന്നെ ഒരു വാക്യം കൂടെ നിങ്ങൾക്ക് തരാൻ ഉദ്ദേശിക്കുന്നു. എഫെസ്യ ലേഖനം 2-ാം അധ്യായം അതിന്റെ 11 മുതൽ
15 വരെയുള്ള വാക്യങ്ങൾ. എഫെസ്യ ലേഖനം 2-ാം അധ്യായം 11. ആകയാൽ നിങ്ങൾ മുമ്പേ പ്രകൃതിയ ജാതികളായിരുന്നു, ജഡത്തിന്റെ കയ്യിൽ പരിച്ഛേദനക്കാർ എന്ന പേരുള്ളവർ വിളിക്കപ്പെട്ടിരുന്നു. അക്കാലത്ത് നിങ്ങൾ ക്രിസ്തുവിനെ കൂടാതെയുള്ളവരും ഇസ്രായേൽ പൗരതയോട് സമ്മതമില്ലാത്തവരും വാഗ്ദത്ത നിയമങ്ങൾക്ക് അന്യരും പ്രത്യാശയില്ലാത്തവരും ലോകത്ത് ദൈവമില്ലാത്തവരുമായിരുന്നു എന്ന് ഓർത്തുകൊള്ളുവിൻ. മുമ്പേ ദൂരസ്ഥരായിരുന്നു നിങ്ങൾ, ഇപ്പോൾ യേശു ക്രിസ്തുവിന്റെ രക്തത്താൽ ആരായി മാറി? സമീപസ്ഥരായി മാറി. അങ്ങനെ സമീപസ്ഥരായി മാറിയ നിങ്ങൾ 5:13 രേഖപ്പെടുത്തിയിരിക്കുന്നു, 5:11 രേഖപ്പെടുത്തിയിരിക്കുന്നു, ഇരുട്ടിന്റെ നിഷ്ഫല പ്രവർത്തികൾ നിങ്ങൾ കൂട്ടാളികളാകരുത്. അവ ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത് ഇരുട്ടിന്റെ നിഷ്ഫല പ്രവർത്തികളിൽ കൂട്ടാളികളാകുവാൻ ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. നമുക്ക് നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. ഞാൻ വളരെയധികം സമയം അതിക്രമിച്ചു പോയി എന്ന് ഞാൻ മനസ്സിലാകുന്നു. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. ഒരു നിമിഷം നമുക്ക് ക്രിസ്തുവിൽ ജാഗരിക്കാം. ഇന്ന് കേൾക്കപ്പെട്ട വചനം നിങ്ങളുടെ ഹൃദയത്തിൽ ക്രിയ ചെയ്യപ്പെടുവാൻ, കർത്താവ് നമ്മളെ വിളിച്ച ആ വിളിയുടെ പരമാർത്ഥ്യം മനസ്സിലാക്കി മുന്നോട്ട് ജീവിപ്പാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കേണ്ടതിന് നമുക്ക് ഒരു നിമിഷം നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. ആർക്കെങ്കിലും ഒരാൾക്ക് മയക്ക് അൺമ്യൂട്ട് ചെയ്തിട്ട് പ്രാർത്ഥിക്കാം.